രാത്രി 9:30 കഴിഞ്ഞ സമയം. ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾ പെട്ടെന്ന് പരിഭ്രാന്തരായി തെരുവുകളിലേക്ക് ഓടിയിറങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അഫ്ഗാനിസ്ഥാനെ പിടിച്ചുലച്ച 5.9 തീവ്രതയുള്ള ഭൂചലനത്തിൻ്റെ പ്രകമ്പനം കേരളം വരെ ചർച്ചയാവുകയാണ്. കൃത്യമായി എന്താണ് സംഭവിച്ചത്, എത്രത്തോളം ആഘാതമാണ് ഉണ്ടാക്കിയത് തുടങ്ങിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. രാത്രി ഏകദേശം 9:42 അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുകുഷ് മലനിരകളിൽ ശക്തമായ ഭൂചലനമുണ്ടായി. രാത്രി സമയമായതിനാൽ മിക്കവരും വീടിനുള്ളിലായിരുന്നു. ഫാനുകൾ ആടുന്നതും പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും കേട്ടതോടെ ഡൽഹിയിലെയും നോയിഡയിലെയും ഹൈറൈസ് ബിൽഡിങ്ങുകളിലുള്ളവർ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടി. ഈ ഭൂകമ്പത്തിൻ്റെ കേന്ദ്രം ഭൂമിക്കടിയിൽ ഏകദേശം 150 കിലോമീറ്റർ ആഴത്തിലായിരുന്നു. സാധാരണ ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ഒരു നിശ്ചിത പ്രദേശത്ത് വലിയ നാശമുണ്ടാക്കുമ്പോൾ ആഴം കൂടിയ ഭൂകമ്പങ്ങളുടെ തരംഗങ്ങൾ വളരെ ദൂരേക്ക് സഞ്ചരിക്കും. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലുണ്ടായ ചലനം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഡൽഹിയിലും പഞ്ചാബിലും അനുഭവപ്പെട്ടത്. ഹിന്ദുകുഷ് മലനിരകൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് പ്രധാനമായും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഭൂമിയുടെ ഉപരിതലം വലിയ പാളികളാൽ നിർമ്മിതമാണ്. ഇതിൽ ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ നിരന്തരം കൂട്ടിമുട്ടുന്ന ഒരു മേഖലയിലാണ് ഹിന്ദുകുഷ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ പ്ലേറ്റ് ഓരോ വർഷവും ഏകദേശം 4 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ പ്ലേറ്റിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമ്മർദ്ദമാണ് ഭൂകമ്പങ്ങളായി പുറത്തുവരുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഈ പ്ലേറ്റുകളുടെ ഇടിച്ചുകയറ്റം കാരണമാണ് ഹിമാലയ പർവ്വതനിരകളും ഹിന്ദുകുഷ് മലനിരകളും രൂപപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ 2 വമ്പൻ ഭൂഖണ്ഡ പാളികൾ തമ്മിലുള്ള ബലപരീക്ഷണമാണ് ഹിന്ദുകുഷ് മേഖലയെ ഒരു ഭൂകമ്പ ഹോട്ട്സ്പോട്ടാക്കി മാറ്റുന്നത്. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഈ ഭൂചലനം നമുക്ക് നൽകുന്ന സൂചന പ്രകൃതിയുടെ മാറ്റങ്ങൾ എപ്പോഴും പ്രവചനാതീതമാണ് എന്നത് തന്നെയാണ്. ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ എപ്പോഴും ജാഗ്രത പാലിക്കുക. ഭൂകമ്പം അനുഭവപ്പെടുമ്പോൾ പരിഭ്രാന്തരാകാതെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ ശ്രദ്ധിക്കുക. ഈ പ്രകമ്പനം നിങ്ങളുടെ പ്രദേശത്തും അനുഭവപ്പെട്ടോ എന്നതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.